നമ്മുടെ കേരളത്തിലെ മരുമോൻ മന്ത്രിയും ടൂറിസം വകുപ്പും വലിയ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഒരു പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ ഒരു സ്ത്രീ, ഒരു ജ്യോതി മൽഹോത്ര എന്ന ഹരിയാനക്കാരി ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിച്ചു. ഏതാണ്ട് 3/4 കോടി രൂപ അവർക്ക് പ്രതിഫലമായിട്ട് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അത് വലിയ വിവാദമായി മാറി. അവർ ചാരവൃത്തിക്ക് അറസ്റ്റിലായതോടുകൂടി റിയാസ് വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അപ്പോൾ റിയാസ് ചോദിക്കുന്നത്, അവർ കേരളത്തിൽ മാത്രമല്ലല്ലോ വന്നത്, കുംഭമേള സന്ദർശിക്കാനും അവർ പോയിരുന്നല്ലോ, എന്തേ അവിടുത്തെ മന്ത്രിമാരൊന്നും രാജിവെക്കണ്ടേ എന്നാണ് മാധ്യമപ്രവർത്തകരോട് റിയാസ് ചോദിക്കുന്നത്. എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ റിയാസിൻ്റെ ഈ ചോദ്യത്തിന്? അല്ല, ചോദ്യത്തിന് അടിസ്ഥാനമുണ്ട്. കാരണം ഇത്തരം ഭീകരവാദികളും അതോടൊപ്പം തന്നെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരും ഉത്തർപ്രദേശിൽ പോയി ഇത്തരം പരിപാടികൾ നടപ്പിലാക്കിയാൽ വെടികൊണ്ട് അരിപ്പയാകും. അത് നാം കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എന്തായാലും അവർക്ക് സുരക്ഷിതവുമായി ബന്ധപ്പെട്ട ഒരു താവളമാണല്ലോ. ഇപ്പോൾ അങ്ങ് അമേരിക്കയിൽ സ്ഫോടനം നടന്നാലും അതിന്റെ കണ്ണി കേരളത്തിൽ അന്വേഷിച്ച് ഇവിടെ എത്തും. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് സംശയം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്ത വന്നപ്പോഴും കേരളത്തിലെ ജനങ്ങളാണ് ആവശ്യപ്പെടുന്നത്, അന്വേഷിക്കണം. കാരണം ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇത് പുത്തരിയല്ലല്ലോ, ഇതിനു മുൻപും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇയാൾ അങ്ങനെ പറഞ്ഞാലും ലോകമറിയുന്ന പല തീവ്രവാദികളെയും പിടികൂടിയത് കേരളത്തിൽ നിന്നാണ്. കാസർഗോഡെന്നും കോഴിക്കോടെന്നും ഒക്കെ പിടിയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഫ്ഗാൻ ജയിലിൽ ഉൾപ്പെടെ നമ്മുടെ സംഭാവനകളുണ്ട്. കൊടും ഭീകരവാദികളെ നാം കയറ്റി അയക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ നാം മറ്റു വ്യവസായപരമായി നാം വലിയ രീതിയിൽ കയറ്റുമതിയൊന്നുമില്ല. നമ്മൾ അറിയാലോ, തമിഴ്നാട്ടിൽ നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. പക്ഷെ ഭീകരവാദത്തെ നമ്മൾ കയറ്റുമതി ചെയ്യുകയാണ്. അതാണ് ഏറ്റവും അവസാനം കേരളത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഇതൊക്കെയാണ്. അതൊരു 20 വർഷത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. തടിയൻവിട നസീർ, പിന്നീട് മദനി ഉണ്ട്. ബാംഗ്ലൂരിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് നാം. പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ഒരു 4-5 യുവാക്കളെ കയറ്റുമതി, എല്ലാം വെടികൊണ്ട് അരിപ്പയായി. അതെ. പിന്നീട് നാം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കുറച്ചു പേർ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ കയറ്റുമതിയാണ്. മറിച്ച് നാം ഈ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ സംസ്ഥാനമാണ്. നമ്മുടെ അമേരിക്കയുടെ ജനസംഖ്യപരമായി നോക്കുകയാണെങ്കിൽ അമേരിക്കയേക്കാൾ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. അവിടെ ഒരു കാലത്ത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നത്, ജിഹാദികൾ അഴിഞ്ഞാടിയിരുന്ന സ്ഥലം. അവിടെയെല്ലാം ഇപ്പോൾ സമാധാനമാണല്ലോ. അതെങ്ങനെ ഉണ്ടായി? അതാണ് പറഞ്ഞത്, സന്ദർശിക്കുന്നവർ സന്ദർശിച്ചിട്ട് മര്യാദയ്ക്ക് പോകും, അല്ലേ? കൂടുതൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിന്റെ മറുപടി വെടിയുണ്ടകളായിരിക്കുമെന്ന് യോഗി പലതവണ ആവർത്തിക്കുകയാണ്. അതാണ് അദ്ദേഹം അവിടെ നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ കിടന്ന് ഈ ഇടത് സംഘടനകളും അതോടൊപ്പം തന്നെ സാംസ്കാരിക നായരും നിലവിളിക്കുകയാണ്. മനുഷ്യത്വപരമില്ലാത്ത ഫാസിസ്റ്റ് സർക്കാരുകളാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. അവിടെ പശുവിന് ജീവിക്കാൻ കഴിയുന്നുണ്ട്, മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നില്ല. ഈ മനുഷ്യനായി അവർ താരതമ്യം ചെയ്യുന്നതാണ് ഇത്തരം ഭീകരവാദികളെയാണ്. ആ ഭീകരവാദികൾക്കെതിരെ അത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ കുംഭമേളയിൽ അവർ പങ്കെടുത്തത് അവിടെ സർക്കാരോ ഏതെങ്കിലും മന്ത്രിമാരോ ഒന്നും ക്ഷണിച്ചിട്ടല്ല അവർ പോയത്. ഇപ്പം കേരളത്തിലേക്ക് അവർ വന്നത് ടൂറിസം വകുപ്പും അതിൻ്റെ മന്ത്രിയും അവരെ ക്ഷണിച്ചു വരുത്തുകയാണ്. എന്ന് മാത്രമല്ല, കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിൽ പങ്കെടുത്ത അവർക്ക് അവിടെ നിന്ന് ഒരു പാരിതോഷികവും കിട്ടിയില്ല, ഒരു പണവും കൊടുത്തില്ല സർക്കാർ. ഇവിടെ അവർക്ക് 3/4 കോടി രൂപ, ഏതാണ്ട് 75 ലക്ഷം രൂപയാണ് അവർക്ക് പ്രതിഫലമായിട്ട് കൊടുത്തത്. എന്തിനാണ് ഈ പ്രതിഫലം കൊടുത്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാകാത്തത്. കേരളത്തെ ഒറ്റുകൊടുക്കാനാണോ? അല്ല, ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് 60-ലധികം കോടി ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് അകത്തു നിന്നും പുറത്തു നിന്നും. അതെ, അതിലൊരു വ്യക്തിയായവർ അവിടെ വന്ന് സന്ദർശിച്ചിട്ട് പോയി. ആരെല്ലാം വരുന്നു എന്ന് സന്ദർശിച്ചെന്ന് പറഞ്ഞാൽ അവർ അവിടുത്തെ നിർണായക വിവരങ്ങൾ ചോർത്തി കൊടുത്തതായോ അങ്ങനെ വിവരങ്ങൾ അതൊരു തീർത്ഥാടനമാണ്. അവിടെ എന്ത് നിർണായക വിവരം ഇരിക്കുന്നു ചോർത്താൻ? അല്ല, അതാണ് അങ്ങനെ. അതുപോലെ തന്നെ ഈ സർക്കാർ അങ്ങോട്ട് പണം നൽകിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ, കുംഭമേള നടക്കുകയല്ലേ, ആ രീതിയിൽ ലോകം മുഴുവനും പ്രചരിപ്പിച്ചു. കുംഭമേളയ്ക്ക് കുറച്ച് പബ്ലിസിറ്റി കുറവുണ്ട്, മരുമകനെ പോലെ ഫ്ലെക്സ് അടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ അല്ലെ ഒന്ന് പ്രചരിപ്പിച്ചു തരൂ, യൂട്യൂബ് വഴി ഒന്ന് പ്രചരിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് പണം നൽകിയല്ല. പക്ഷെ ഇത് കൃത്യമായി തന്നെ 75 ലക്ഷം രൂപ എന്ന സംഖ്യ തന്നെ ഇവിടെ പറയുകയാണ്. ഇദ്ദേഹം അങ്ങനെ മറുപടി പറയാതെ ഇന്നലെ അദ്ദേഹം ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു വലിയ രീതിയിൽ തന്നെ. അദ്ദേഹത്തിന്റെ
നമുക്കറിയാം വീണയുമായി ബന്ധപ്പെട്ടാലും പിണറായിയുമായി ബന്ധപ്പെട്ടാലും പല അഴിമതി കഥകൾ വരുമ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോഴും ആദ്യം ചാടിയിറങ്ങി ഈ മുഹമ്മദ് റിയാസിന്റെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ 1-2 മണിക്കൂർ നീണ്ടുപോകും. അദ്ദേഹം നിന്ന് വലിയ പ്രതിരോധമാണ് ഉയർത്തുന്നത്. കാരണം ഈ ആമസോണുമായി ബന്ധപ്പെട്ട കാട്ടിൽ സമരം ചെയ്ത ഒരു വ്യക്തിയാണ്. കാരണം കാട് കയറിയില്ല, ഡൽഹിയിൽ നിന്നാലും ആമസോണിന് വേണ്ടി സമരം ചെയ്ത ദേശീയ നേതാവാണ് അദ്ദേഹം. ദേശീയ നേതാവ്, ലോക നേതാവായിരുന്നു മുഹമ്മദ് റിയാസ്. ആ ദേശീയ നേതാവ്, ലോക നേതാവ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൂച്ച പോലെ വിറച്ചു നിൽക്കുകയാണ്. മറുപടിയില്ല. മാധ്യമങ്ങൾ ചോദിക്കുകയാണ് ഈ ജ്യോതി എങ്ങനെ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അതേപോലെ, കാരണം ഞാൻ നിങ്ങളുടെ സുഹൃത്തു കൂടെയാണ്, ആ രീതിയിലാണ്, നീ അങ്ങനെ പറയാമോ ഞങ്ങളോട്? ആ രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മന്ത്രിയാണ്. ഞാൻ ആരെന്നറിയാമോ? കേരളത്തിലെ ടൂറിസം മിനിസ്റ്ററാണ്, അതെ, മരുമകനാണ്, എനിക്ക് ചില അധികാരങ്ങളുണ്ട്, ഞാൻ പണ്ടത്തെ ദേശീയ നേതാവായിരുന്നു, ഡിവൈഎഫ്ഐയുടെ സിംഹമായിരുന്നു എന്ന രീതിയിലുള്ള ഒരു അഗ്രസീവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അദ്ദേഹം ഭയപ്പെട്ടാണ് സംസാരിച്ചത്. അതിനെ തുടർന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഒരു ആശുപത്രിയിൽ ഒരു മരണം ഉണ്ടായാൽ പറയും ഈ നമ്മുടെ നാട്ടിൽ ഒരാളല്ലേ മരിച്ചുള്ളൂ, അങ്ങ് ഗുജറാത്തിലേക്ക് നോക്കൂ, അവിടെ 100 പേർ മരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നോക്കുന്നു, അവിടെ 200 പേർ മരിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ്. അത് പുതിയൊരു അടവായി പഴയ കുപ്പിയിലെ പുതിയ വീഞ്ഞായി മാത്രമേ ഇത് കാണാൻ കഴിയുകയുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമാണ് അവിടെ. അവർ ഈ അങ്ങ് പോയിട്ടുണ്ട്, ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ട്, ഇനി പറയാം ഹരിയാനയിൽ പോയിട്ടുണ്ട്, ഗുജറാത്തിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത ഡയലോഗ് അങ്ങനെ ആയിരിക്കും പിണറായി ഇപ്പോൾ അമേരിക്കയിലാണല്ലോ, അപ്പോൾ തിരിച്ചു വന്നൂടെ ആ പ്രതികരണം പ്രതീക്ഷിക്കാം. കാരണം അവർ കേരളത്തിൽ നിന്ന് നേരെ പോയത് ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിൽ മോദിയുടെ ജനിച്ച ഗ്രാമം സന്ദർശിച്ചിട്ടുണ്ടെന്നല്ല വലിയ പ്രസ്താവനകളായിരിക്കും നാം കാണാൻ പോകുന്നത്. എന്തായാലും പക്ഷെ അതൊന്നും എന്നെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അവർ കേരളത്തിൽ നിന്ന് നേരെ ഡൽഹിയിലോ ഹരിയാനയിലോ ഇവിടെ എത്തിയിട്ട് അവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്നു എന്നാണ് അറിഞ്ഞത്. അല്ല, ഇപ്പൊ മിക്കവാറും സഖാക്കൾ പറയുമ്പോൾ പാകിസ്ഥാനിലേക്ക് പോകാൻ എളുപ്പം ഗുജറാത്ത് വഴി എന്ന് പറയും. ഗുജറാത്തിൽ പോയിട്ടാണ് അതുവഴിയാണ് അതിർത്തി കടന്നത് എന്ന് പറയും. അത് നാം എന്തായാലും ഈ ആഴ്ചത്തെ ദേശാഭിമാനി കൃത്യമായി എല്ലാവരും വായിക്കുക. അതിൽ അങ്ങനെ എന്തായാലും വിവരം മിക്കവാറും ക്യാപ്സൂളുകൾ വരാനുള്ള സാധ്യതയുണ്ട് വലിയ രീതിയിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട നാം ഇന്നലെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ദേശാഭിമാനിയിലെ ഒരു വാർത്തയാണ്, ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഒരു വാർത്ത, ഗുജറാത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നു, 700 പേരാണ് മരണപ്പെടുന്നതെന്ന് രീതിയിലുള്ള വഴി തിരിച്ചു വിടാൻ എന്തായാലും ഇവരെ കഴിഞ്ഞേ ഉള്ളൂ. ആ വഴി തിരിച്ചു വിടുന്ന പരിപാടിയൊന്നും പുതിയ കാലത്ത് ഏൽക്കില്ല. കാരണം കൈരളിയും ദേശാഭിമാനി മാത്രമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്, സമൂഹ മാധ്യമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും തുറന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് അനുസരിച്ചുള്ള അങ്ങനെ ഒരു മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഒരു ദിവസമെങ്കിലും മുഹമ്മദ് റിയാസ് ഭയപ്പെട്ടിരുന്നു പോയത്. അദ്ദേഹം ഭയപ്പാടിൽ നിന്ന് ഇപ്പോൾ പതുക്കെ പുറത്തു വരികയാണ്. ആരൊക്കെയോ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു, കുംഭമേളയുടെ കാര്യമൊക്കെ പറ, അത് ചോദിക്ക്, അവർ കുംഭമേളയിൽ പോയിരുന്നല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, കുറച്ച് ധൈര്യം കൊടുത്തു. പുറത്തിറങ്ങാതിരിക്കുമ്പോ പറയുമല്ലോ, ചില വിഷമങ്ങൾ വരുമ്പോ ചിലവർ പുറത്തിറങ്ങാതിരിക്കും. കുഴപ്പമില്ല, നീ ഇറങ്ങിക്കോ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഞാൻ കൂടെ ഉണ്ട്, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. പുതിയ ക്യാപ്സൂളുകൾ ഇറക്കി കൊടുത്തു. ആ ക്യാപ്സൂളുകളുടെ ബലത്തിലാണെന്ന് തോന്നുന്നു റിയാസ് ഇപ്പോൾ രണ്ടാമത് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാലോ ഈ ക്യാപ്സൂളായ ഇ.പി. ജയരാജൻ, പിന്നീട് എം.വി. ജയരാജനുണ്ട്. ചിലപ്പോൾ അവരെല്ലാം വിളിച്ച് ബന്ധപ്പെട്ടിരിക്കും. പേടിക്കണ്ട, മരുമകനെ നീ പേടിക്കണ്ട, ഇത് കേരളമാണ്, കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ വന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവർ കേരളത്തിലേക്ക് വന്ന് തൂക്കിക്കൊണ്ട് പോയാ പോയത് ഇല്ല. ആ ഉപദേശം കൊടുക്കാൻ ആളുണ്ട്, പി ജയരാജനുണ്ട്. അങ്ങ് ഹാർട്ട് അറ്റാക്ക് വന്ന് നെഞ്ചുവേദന അഭിനയിച്ചാൽ മതി. NIA വരുമ്പോ നെഞ്ചുവേദന അനുഭവിച്ച് ആശുപത്രിക്ക് പോയാൽ മതി, ആംബുലൻസിൽ കയറി കിടന്ന് ആശുപത്രിയിലേക്ക് പോയാൽ മതി. നെഞ്ചുവേദന അല്ലെ, NIA വന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, CBI വന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഐഡിയ ഈ സഖാക്കളുടെ ക്യാപ്സൂൾ ഉണ്ട്. അങ്ങനെ അവസാന ഘട്ടത്തിൽ NIA വരികയാണെങ്കിൽ അങ്ങ് നെഞ്ചുവേദന അഭിനയിച്ചാൽ കിടന്നാൽ മതി. ഏതെങ്കിലും AKG സെന്ററിലോ കണ്ണൂരിലേക്ക് അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എവിടെയെങ്കിലും ചികിത്സ നൽകാമെന്ന് പറഞ്ഞ ധൈര്യത്തിലായിരിക്കും ചിലപ്പോൾ ഇത്തരം പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അങ്ങനെ കൃത്യമായി തന്നെ ഉറപ്പിച്ച് പറയാം, ഗുജറാത്ത്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആരുടെ കാര്യമായാലും തീരുമാനമാകുന്നതായിരിക്കും. അത്തരം എന്തായാലും കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ സംസ്ഥാനം തന്നെ മുന്നോട്ട് പോകുന്നത്. അവരക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല.
കാരണം ചിലപ്പോൾ ഈ വികസനവും എന്ന് പറയുന്നത് വിദ്യാഭ്യാസം പോലും രണ്ടാമത് പരിഗണിക്കും. അതെ അല്ലേ? അതെ അത് ആ രീതി ശരിയല്ല. പക്ഷെ അങ്ങനെ പരിഗണിച്ചാൽ ആ സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നിലനിൽക്കാൻ പറ്റുമോ? അവരുടെ ചരിത്രം അങ്ങനെയാണ്. ഇത്തരം സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും നിറഞ്ഞ ഒരു ഒരു സമൂഹമാണ്. ഭൂതകാലമാണ് അതെ. അവർക്കുള്ളത്. അതിലേക്ക് അവർ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബീഹാറാണ്. ബീഹാറിലെ ജനങ്ങളെ കുറിച്ച് ഓർത്തു പോകും. തുടർച്ചയായി തന്നെ അവർ നിതീഷ് കുമാറിനെ അധികാരത്തിലേറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി കൊണ്ടാണോ? അതോ വികസനം കൊണ്ടാണോ? അതോ റോഡിന്റെ വികസനം കൊണ്ടാണോ? ഒന്നുമല്ല. സുരക്ഷയാണ്. ജനങ്ങൾക്ക് സ്വൈരമുണ്ട്, റോഡിലിറങ്ങി സമാധാനമുണ്ട്. നടക്കാൻ കഴിയുന്നു. ആ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ അതെ. ജനങ്ങൾ നിൽക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ സമീപത്തെ ഉത്തർപ്രദേശിലെ ജനങ്ങളും അത് നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അവർക്ക് ആവശ്യം സുരക്ഷയാണ്. സുരക്ഷാ വീഴ്ചയ്ക്ക് അങ്ങനെ വീഴ്ച സംഭവിക്കാത്ത ഒരു സർക്കാരുകൾ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്.